എമ്പുരാൻ സിനിമയുടെ എഡിറ്റഡ് പതിപ്പ് അടുത്തയാഴ്ച തിയേറ്ററുകളിൽ. സ്ത്രീകൾക്കെതിരായ അക്രമവും കലാപത്തിലെ ചില രംഗങ്ങളും അടക്കം 17ലധികം ഭാഗങ്ങൾ ഒഴിവാക്കി. ഇപ്പോൾ വിശദാംശങ്ങളുമായും ദിനു പ്രകാശാണ് ചേരുന്നത്. ദിനു, വലിയ രാഷ്ട്രീയ വിവാദമായ സാഹചര്യത്തിലാണോ ഈ എമ്പുരാന് ഇപ്പോൾ വെട്ടുവന്നിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും സിനിമയിലെ ചില രംഗങ്ങളും സിനിമ കൈകാര്യം ചെയ്ത വിഷയവും വലിയ വിവാദമായതോടുകൂടിയാണ് ഇത്തരത്തിലൊരു വെട്ട് എമ്പുരാന് ഏൽക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ സ്വയം ഏറ്റത് എന്ന് പറയേണ്ടി വരും. കാരണം ഇത് റീസെൻസറിംഗ് അല്ല, വോളണ്ടറി മോഡിഫിക്കേഷൻ. അതായത് സിനിമയുടെ നിർമ്മാതാവ് തന്നെ ഈ സമൂഹത്തിനുണ്ടായിട്ടുള്ള ഇത്തരം വിമർശനങ്ങളും വിവാദവും കണക്കെടുത്തുകൊണ്ട് എന്റെ സിനിമയിൽ നിന്നും ഇത്രയും രംഗങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം സിനിമയിൽ നിന്നും ഇത്രയും രംഗങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ഒരു പരിഷ്കരിച്ച പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിക്കുന്നു. ആ പരിഷ്കരിച്ച പതിപ്പിന് ഇനി സെൻസർ ബോർഡ് അംഗീകാരം നൽകണം. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ സിനിമയ്ക്ക്, അല്ലെങ്കിൽ ഈ സിനിമ എന്തുകൊണ്ട് ഈ രീതിയിൽ സെൻസർ ചെയ്യപ്പെട്ടു എന്നതടക്കമുള്ള അന്വേഷണം ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ഇത്രയും ഭാഗങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ ആന്റണി പെരുമ്പാവൂരും അതോടൊപ്പം തന്നെ സംവിധാനം പൃഥ്വിരാജും അടക്കം തീരുമാനം എടുക്കുന്നത്. എമ്പുരാൻ വിവാദങ്ങളൊക്കെ ഇങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സിനിമാ രാഷ്ട്രീയമായും മറ്റ് എല്ലാ തലങ്ങളിലും സർക്കാരിനെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ ഗോദ്ര കലാപം, അല്ലെങ്കിൽ നമ്മുടെ ഗുജറാത്ത് കലാപം, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പരാമർശിക്കപ്പെടുന്നു, പലരെയും മുൾമുനയിൽ നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് പല ഭയങ്കര വിവാദങ്ങളും കാര്യങ്ങളും ഒരു സൈഡിൽ നടക്കുന്നു. ഒരു സൈഡിൽ സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ അവന് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെ പറഞ്ഞ വിവാദം ഒരു സൈഡിൽ നിൽക്കുന്നു. ഇതൊന്നും പ്രശ്നമല്ല. നമുക്ക് സിനിമ നല്ല തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ ദൃശ്യ വിസ്മയം ഇതിനു മുമ്പ് മലയാള സിനിമയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള ഒരു വാദം വേറൊരു സൈഡിൽ. അങ്ങനെ എന്തായാലും കത്തി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ എമ്പുരാനിലൂടെ. മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയ രംഗം അല്ലെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതുപോലുള്ള ഭീഷണികൾക്കും മറ്റു കാര്യങ്ങൾക്കും വഴങ്ങി റീ എഡിറ്റ് ചെയ്യത്തില്ല പൃഥ്വിരാജ് എന്നാണ് ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ എൻ്റെ ഒരു. ഈ വിവാദങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങി പൃഥ്വിരാജ് എന്ന സംവിധായകൻ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകൻ തൻ്റെ സിനിമയുടെ പൂർണ്ണമായ അന്തസത്ത ഇല്ലാതാക്കുന്ന രീതിയിലൊരു റീ എഡിറ്റ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും പൊതുവെ വന്ന അഭിപ്രായങ്ങൾ മാനിച്ച് സിനിമയിൽ അത്യാവശ്യം ഒഴിവാക്കപ്പെടേണ്ട സീനുകളൊക്കെ കട്ട് ചെയ്ത് റീ എഡിറ്റ് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഉണ്ടായ വിവാദങ്ങൾക്കൊക്കെ മാറട്ടെ. എമ്പുരാന് എല്ലാവിധ ആശംസകളും.